അതെല്ലാ ഈ സമയത്ത് എപ്പോഴും ഉണ്ട് അത്. നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം നിലനിർത്താനായിട്ട്. ഈശ്വരനും പ്രകൃതിയും ഒന്നു തന്നെയാണ്, രണ്ടും വ്യത്യസ്തമല്ല. ഈശ്വരൻ തന്നെയാണ് ഈ യൂണിവേഴ്സായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഓരോ ആറ്റമും ഓരോ എലിമെൻറ്റും സർവ്വചരാചരങ്ങളും ഈശ്വരൻ തന്നെയാണ്, വ്യത്യസ്തമല്ല.
അപ്പോൾ ഇവിടെയുള്ള ഓരോന്നിൻ്റെയും ചലനങ്ങൾ ഡിവൈനായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. പക്ഷേ ഓരോ ചരാചരവും അതിൻ്റെ തലത്തിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നു, നാച്ചുറലായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. പ്രകൃതിയുടെ സൈക്കിൾസുമായിട്ട് അത് യോജിച്ച് താളത്തിൽ ജീവിക്കുന്നു. ഒരു മയില് അതിന് സന്തോഷം വരുമ്പോൾ നൃത്തം വയ്ക്കുന്നു, ചിറക് വിടർത്തിയിട്ട്. അതുപോലെ തന്നെ ഒരു കുയിൽ പാട്ട് പാടുന്നു, ഒരു അരുവി മുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്നു, സൂര്യൻ അതിൻ്റെ നിശ്ചിതമായിട്ട് പ്രകാശം നൽകുന്നു, രാത്രിയും പകലും അതിൻ്റെ സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പ്രകൃതിയുടെ താളമാണ്, അവിടെ നിന്നൊരു ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിനെ, ഈ ബാലൻസ്ഡ് അവസ്ഥ, എല്ലാ സമയത്തും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയെ തുരിയ എന്ന് പറയാം. തുര്യാവസ്ഥ, ബാലൻസ്ഡ് സ്റ്റേറ്റ്, ദ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ. നമ്മൾ ഉണർന്നു, ഉണരുന്നു, ആഴത്തിൽ ഡെപ്തിൽ പോകുന്നു, ജാഗ്രത അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. 3 അവസ്ഥകളാണ്. അതിൻ്റെ അപ്പുറമാണ് തുര്യാവസ്ഥ. തുര്യ എന്ന് പറയുമ്പോൾ ഒരു ബെല്ല് അടിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ നിശബ്ദത, സൈലൻസ്, അതിനെയാണ് തുര്യ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ആ നിശബ്ദത എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നിശബ്ദത മാനിഫെസ്റ്റ് ചെയ്യുന്നത് താളമായിട്ട് യോജിച്ചിട്ട് ജീവിക്കുന്നതാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥയിലൂടെ പെർഫെക്റ്റായിട്ട് അതേക്കുറിച്ചിട്ട് ചിന്തിക്കാതെ, ഒന്നിലും കൂടുതൽ കണക്റ്റഡ് ആവാതെ, ആവുന്ന സമയത്ത് ഉണരുന്നു, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുന്നു, അതുപോലെ സുഷുപ്തിയിൽ പോകുന്നു, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഒരു ജീവനിൽ നിന്നും അടുത്ത ജീവനിലേക്ക് ആത്മാവ് ട്രാൻസ്മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ബ്ലോക്കിൽ വളരെ സ്മൂത്തായിട്ട് ട്രാൻസിഷനാണ്. ഒരു പുഴ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുമ്പോൾ അടുത്ത സെഷനിൽ ഇതിലേക്ക് വരുമ്പോൾ സ്മൂത്തായിട്ട് താഴേക്ക് ഇറങ്ങി വരും. ശബ്ദങ്ങളുണ്ടാവും, പക്ഷേ എവിടെ വെച്ചിട്ട് മുകളിലേക്ക് പോവില്ല അത്. അപ്പോൾ സ്മൂത്തായിട്ടൊരു ട്രാൻസിഷനാണ്. എവല്യൂഷൻ ഒരു സ്മൂത്തായിട്ടൊരു ട്രാൻസിഷനാണ്. അസെൻഷൻ ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റിലെത്തുമ്പോൾ, മനുഷ്യൻ്റെ തലത്തിലെത്തുമ്പോൾ ഈ ഒരു നാച്ചുറൽനെസ് മിസ്സാവുന്നു. നമ്മൾ കൂടുതൽ ഉറങ്ങുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഉണർന്നിരിക്കുന്നു. ഉറക്കത്തിൽ നമുക്ക് ചിലപ്പോൾ സ്വപ്നങ്ങൾ, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ സ്വപ്നങ്ങൾ രാത്രി വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. സുഷുപ്തി അവസ്ഥയിൽ ചിലപ്പോൾ മരം വെട്ടിയിട്ട പോലെ ഉറങ്ങുന്നു. ഉണർന്ന് കഴിയുമ്പോൾ ആ സുഷുപ്തി അവസ്ഥയിലെ അവയർനെസ് നിലനിർത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം വേറെ 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 പോലെ നമുക്കൊരു യോജിപ്പില്ലാതെ ആയിട്ട് മാറുന്നു. എനിക്ക് ഉറങ്ങണം, ആഴത്തിൽ ഉറങ്ങണം. ചിലപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനൊരു താളമുണ്ട്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും മോഡറേഷൻ. ആ മോഡറേഷൻ വരാൻ നമ്മൾ ശ്രമിക്കേണ്ടി വരുന്നു ആദ്യം. അപ്പോൾ ഈ തരത്തിലുള്ള നാച്ചുറൽ ഋതമായിട്ട് യോജിക്കാനായിട്ടുള്ള പല പ്രവൃത്തികളും മനുഷ്യൻ പണ്ട് കാലത്ത് മുതൽക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ റിച്വൽസ്, ആചാരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പഴയ കാലത്തുള്ള റിച്വൽസിനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സയൻറ്റിഫിക് ബേസ് ഉണ്ട്. പ്രകൃതിയുടെ ആ സ്വഭാവ വിശേഷതകളെ സ്വയം മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതുമായിട്ട് മാറുക. മരത്തിൻ്റെ രൂപത്തിലുള്ള ചില റിച്വൽസ് ഉണ്ട്. ആൾ മരത്തിനെ പോലെ പെരുമാറും. മൃഗങ്ങളുടെ രൂപത്തിൽ, ചിലർ മൃഗത്തിൻ്റെ രൂപം ആയിട്ട് ജീവിക്കുന്നു, കലകൾ അവതരിപ്പിക്കുന്നു. ചിലർ ദേവീദേവന്മാരുടെ രൂപം അതുമായിട്ട് യോജിച്ച് അതേ രീതിയിൽ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. അങ്ങനെ റിച്വൽസ് ഉണ്ട്. ആ സമയത്ത് അവർ ആ ദേവനായിട്ട് മാറുന്ന പോലെ. അപ്പോൾ അതായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. ഇതൊക്കെ ഒരു തരത്തിൽ തുര്യ സ്റ്റേറ്റ്സാണ്. പ്രകൃതിയുമായിട്ട് താളത്തിൽ വരാനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളാണ്. ട്രൈബൽ പോപ്പുലേഷൻസൊക്കെ നോക്കി കഴിഞ്ഞാൽ മൃഗങ്ങളും ചെടികളും മരങ്ങളുമായിട്ട് ഒരു യോജിപ്പ് കാണാം. ചെടികളുടെ ഭാഷ അവർക്കറിയാം. ദ സോൾ ഓഫ് ദ ട്രീസ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. വെള്ളം മണ്ണിൽ നിന്നും മുകളിലേക്ക് പോകുന്നു, താഴേക്ക് ഇറങ്ങി വരുന്നതും എന്നുള്ള ശബ്ദം ചെവി വെച്ച് മനസ്സിലാവുന്നു. അപ്പോൾ അടിയിൽ വെള്ളം ഉണ്ടോ എന്ന് ട്രൈബൽസിന് മനസ്സിലാവുന്നു. കൊടുങ്കാറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഈ ചെടിയുടെ ഉള്ളിലുള്ള വൈബ്രേഷൻസ് മനസ്സിലാവുന്നു. മൃഗങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നു ഇവിടെ എന്താണ് സംഭവിക്കുക, ഇവിടെ ഗ്രഹണം വരുന്നുണ്ടോ, ഭൂമികുലുക്കം വരാൻ പോകുന്നുണ്ടോ. കാരണം അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. പക്ഷെ മനുഷ്യനെ ഈ താളത്തിൽ നിന്ന് വിട്ടുവിട്ടിട്ട് ഇൻ്റലക്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ഈ തുര്യ അവസ്ഥ നഷ്ടപ്പെട്ടു വയ്ക്കും. പ്രകൃതി തുര്യ എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്.
പ്രകൃതിയുടെ എല്ലാ ചരാചരങ്ങളുമായിട്ട് ബാലൻസ്ഡ്. അതിനാണ് റിച്വൽസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പണ്ടത്തെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പല റിച്വൽസിനും അങ്ങനെയുള്ള ആരാധന സമ്പ്രദായങ്ങളുണ്ട്. വെള്ളം തർപ്പണം നടത്തുക. അപ്പോൾ ആ സമയത്ത് വെള്ളത്തിൻ്റെ ഈ തുള്ളിയല്ല, കടലാണ് കൊടുക്കുന്നതാണ്. ജലാശയങ്ങൾ മുഴുവൻ തർപ്പണം ചെയ്യും. അതായത് ഞാനും ആ ജലാശയം ഒന്നായി മാറിയിട്ട് ജലമായിട്ട് ഞാൻ തർപ്പണം ചെയ്യുന്നു. അഗ്നി നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ അഗ്നിയായിട്ട് മാറിയിട്ട് ഭഗവാന് സമർപ്പിക്കുകയാണ്. കാഴ്ചദ്രവ്യങ്ങൾ പൂക്കൾ സമർപ്പിക്കുക, ഞാൻ ആ പൂവായിട്ട് മാറിയിട്ടാണ് സമർപ്പിക്കുന്നത്. എനിക്ക് പൂ പൊട്ടിച്ചിട്ട് ഇടുന്നതിനെ പൂജ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ പുഷ്പവും ഒന്നായി മാറുക. ഞാനൊരു സാധനം പൊട്ടിച്ചിട്ട് ഈശ്വരൻ നൽകുമ്പോൾ ഞാനും അതും വ്യത്യസ്തമാണ്. ഈശ്വരൻ വേറൊരു ആളാണ്. നേരെ മറിച്ച് പൂവായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ട് എനിക്കാണെങ്കിൽ പൂവായിട്ട് ഞാൻ മാറണം. അപ്പോൾ പ്രകൃതിയുടെ ഓരോ വിഭവമായിട്ട് ഞാൻ മാറുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മൾ ഇങ്ങനെയുള്ള റിച്വൽസിലൊക്കെ ശരിക്കും കാണേണ്ടത്. അത്രയും ബഹുമാനത്തോടു കൂടിയാണ്. അവിടെ പൈസ ചിലവാക്കിയിട്ട് കുറേ അലങ്കരിക്കലല്ല, അതിൻ്റെ അടിയിലുള്ള ഭക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി, ഭക്തിയോടുകൂടി എനിക്ക് തരുന്ന, ഭക്തിയോട് നൽകുന്നതാണ്. അതും ഞാനും ഒന്ന് തന്നെയാണ്, തിരിച്ചറിഞ്ഞുകൊണ്ട് നൽകൂ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിലാണ് പ്രകൃതി തുര്യ, അതിൻ്റെ മുകളിലുണ്ട് ജീവതുര്യ, അതായത് ഉള്ളിലുള്ള ആത്മാവിൻ്റെ വൈബ്രേഷൻ, നമ്മുടെ ഉള്ളിലുള്ള എനർജി തലങ്ങളായിട്ട് വൈബ്രേഷൻസ്, പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള വൈബ്രേഷൻ. ഏറ്റവും ഉയർന്ന തുര്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തുര്യ എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. ആന്തരികമായിട്ടുള്ള സൈലൻസിൽ റെസനേറ്റ് ചെയ്തുകൊണ്ട് ഈ ജീവിതത്തിൽ ജീവിക്കുക. അവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിത്വത്തിനെ നമ്മൾ കാണാനും എമുലേറ്റ് ചെയ്യാൻ സാധിക്കണം. ബാഹ്യമായിട്ടുള്ള എമുലേഷൻസ് അല്ല. അവിടെയാണ് പലപ്പോഴും അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ജന്മാഷ്ടമി നാളിൽ കൃഷ്ണൻ്റെ രൂപം കെട്ടിയിട്ട് കുട്ടികളെ അലങ്കരിക്കുക വളരെ നല്ല കാര്യമാണ്. പക്ഷെ എന്താണ് അവിടെ വേണ്ടത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ സ്റ്റേറ്റ്, ആ ആനന്ദം, അത് ഇവിടെ അനുഭവിക്കാനായിട്ട് കുട്ടികളെയാണ് കാണുന്നത്. അവർ കുട്ടികളുടെ ആ ഒരു ബാലൻസ് ഓൾറെഡി ഉണ്ട്, അവർക്ക് നിഷ്കളങ്കതയുണ്ട്. നമുക്കങ്ങനെയാവാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ളിലാണ് ഈ തുര്യ ബാലൻസ്. അത് ഭാഷയിൽ പുറമേയുള്ള ബോഡി ലാംഗ്വേജിൽ കാണിക്കണം. അപ്പോൾ നമ്മുടെ മാറ്റങ്ങൾ ആദ്യം ഉള്ളിൽ വരണം. എന്നിട്ട് ആ മാറ്റങ്ങൾ ബാഹ്യമായിട്ട് നമ്മൾ കാണിക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഗുരുനാഥനെ എമുലേറ്റ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പുറമേയുള്ള വെറും ആചാരങ്ങൾ കൊണ്ട് കാര്യമില്ല. പുറമേ ആചാരങ്ങൾ കുടുങ്ങി പോകുമ്പോൾ അത് അന്ധവിശ്വാസങ്ങളായിട്ട് മാറുന്നു. പല വർഷിപ്സും ഉണ്ട്. കള്ള് കുടിക്കലും മൈഥുനത്തിൽ ഏർപ്പെടുന്നതും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഹിംസ നടത്തുന്നതും സാക്രിഫൈസ് നടത്തുന്നതും എല്ലാം ആചാരങ്ങളായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എന്നിൽ സമർപ്പിച്ചുകൊണ്ട് നീ നിൻ്റെ എല്ലാ പ്രവൃത്തികളും അനുഷ്ഠിക്കും. നിൻ്റെ ധർമ്മങ്ങൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവും ചിന്തിക്കാതെ ചെയ്യൂ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ പാപം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കാൻ പറ്റുന്നൊരു ശ്ലോകമാണ്. കാരണം ഞാൻ ഈശ്വരന് സറണ്ടേഡാണ്, അതുകൊണ്ട് ഞാൻ കൊല്ലുന്നു, ഈശ്വരൻ്റെ സ്ഥാനത്തുനിന്ന് ഞാൻ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അതൊരു വയലൻ്റ് ആക്റ്റായിട്ട് മാറും. എങ്ങനെയാണത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? എൻ്റെ ഇൻറ്റൻഷൻ, ഒരിക്കലും ഹിംസ നടത്താനുള്ള ഇൻറ്റൻഷൻ ഇല്ലാത്ത ഒരു സ്റ്റേറ്റിൽ ആണ് ഹിംസ. അപ്പോൾ ഹിംസയല്ല അത്. നമ്മൾ നിലം വൃത്തിയാക്കുന്ന പോലെ അവിടെ എന്തിനും നശിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പ്യൂരിഫിക്കേഷൻ എന്നുള്ളത് ആന്തരികമായിട്ട് പ്യൂരിറ്റി ഉള്ള ഒരാൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ റിച്വൽസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ പ്രവർത്തിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ്റെ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും ഇതേക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.